ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞ് വ്ളോഗാണ്. കുറച്ച് ദിവസം മുന്നേ അനീസ്കൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പൊരിച്ച പത്തിരിയും പിന്നെ കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പത്തിരിക്കുള്ള പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പൊടി വാട്ടി ഇത്താത്തത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കരിഞ്ജീരകവും പിന്നെ ചെറിയ ഉള്ളി മുറിച്ചതും കൂടെ ചേർത്തിട്ട് വേണം കുഴയ്ക്കാൻ. ഇത് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് കട്ടിയിൽ പരത്തും, എന്നിട്ട് എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് നല്ല റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ തൂക്കുപാത്രത്തിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിങ്ങനെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം പരത്തി വെച്ചിട്ടുള്ള ഓരോന്നോരോന്നായിട്ട് ഓയിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് പൊരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം ഇങ്ങനെ കളറ് മാറി വരും, അകത്ത് അത്ര വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ പൊരിച്ച പത്തിരിയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ കുളിച്ച് മാറ്റി നമ്മളിപ്പോൾ കല്യാണത്തിന് പോയോണ്ടിരിക്കുകയാണ്. ഈ കൊറോണൻ്റെ ഈ ഒരു പ്രശ്നം കാരണം കുറച്ച് ആൾക്കാർക്കല്ലേ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഞാൻ, അയിനു, പിന്നെ അനീസ്ക, ഉപ്പ നേരത്തെ പോയിട്ടുണ്ട്, രാവിലെ തന്നെ നിക്കാഹിൻ്റെ സമയത്ത് പോയിന്. ബാക്കി നമ്മൾ മൂന്നുപേരും കൂടിയാണ് പോണത്. നമ്മൾ ആദ്യം ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് നേരം കൂട്ടിയിട്ട് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവും. നിക്കാഹ് രാവിലെ തന്നെ കഴിഞ്ഞതാണ്. അപ്പം നമ്മൾ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിലിരിക്കുന്നത് ഇന്നത്തെ പുയ്യാപ്പിളേൻ്റെ താത്തയാണ്, പിന്നെ മറ്റത് അവരുടെ കസിനാണ്. അപ്പോൾ നമ്മൾ 4 പേരുമാണ് ഈ കാറിലുള്ളത്. വേറെയും 2 കാറും കൂടെ ഉണ്ട്. അതിലും എന്താ ഇത്രയും 3 പേര് 4 പേരൊക്കെ തന്നെ ഉള്ളൂ. പെണ്ണിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിക്കാഹിൻ്റെ ആ സമയത്ത് തന്നെ കൊണ്ടുപോയി കൊടുത്തിനു. അപ്പം മാറ്റി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയതേ ഉള്ളൂ. അങ്ങനെ ഇപ്പം അവിടുത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ ഉള്ളേനു. ഈ ഒരു കൊറോണ പ്രശ്നം കാരണം നമ്മുടെ റിലേറ്റീവ്സ് തന്നെ മുഴുവനായിട്ടില്ല. അനീസ്കൻ്റെത് വലിയ ഫാമിലിയാണ്, കുറേ മെമ്പേഴ്സുള്ള ഫാമിലിയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം കാരണം ആർക്കും വരാനായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു കുഞ്ഞ് കല്യാണമേനു.
ഞാനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് നമുക്കൊരു ഹാമ്പർ വന്നിട്ടുണ്ട്, ഒരു ഡെസേർട്ട് ഹാമ്പർ. അപ്പോൾ ഇത് N&K ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവർ കൊണ്ടു തന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ബാസ്ക്കറ്റിലൊക്കെ ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്തിട്ട് എന്തെല്ലാം സാധനങ്ങളെന്ന് നോക്കുകയാണ്. അപ്പോൾ ആ ബാസ്ക്കറ്റിൻ്റെ അകത്ത് ഇത്രയും സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ജാർ കേക്ക്, കുനാഫ, അങ്ങനെ ഡോണട്ട്, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. എൻ്റെ ഉമ്മാൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ കുനാഫ. അപ്പോൾ അതന്നെ ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. മേലെ പിസ്തൻ്റെ ടോപ്പിങ്സ് എല്ലാം കൊടുത്തേണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ, കാരണം ഓവർ മധുരമായി കഴിഞ്ഞാൽ എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുള്ളൂ. ഇത് നോർമൽ കുനാഫയാണ്, അത് ക്രീമെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ടും കുറച്ച് സമയം ഇത് അങ്ങനെ വെച്ചു, അതുകൊണ്ട് കുനാഫിൻ്റെ ചൂട് വിട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്. കുറച്ചും കൂടി ചൂടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവേനു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ 2 ജാർ കേക്ക്സ് ഉണ്ട്, വാനില ഫ്ലേവറിലുള്ളത്. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ജാർ കേക്ക്സ് കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. കേക്കും ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ബോക്സിലായിട്ട് ബസ്ബൂസ എന്ന് പറയുന്ന ഒരു സ്വീറ്റും പിന്നെ ഡോണറ്റ്സും ആണുള്ളത്. ഡോണറ്റ്സ് 2 ചോക്ലേറ്റ് ടോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 പ്ലെയിൻ ആയിട്ടാണുള്ളത്. ടേസ്റ്റ് ഉണ്ടേനു. ബസ്ബൂസ നല്ല സോഫ്റ്റ് ആയിരുന്നു. നമ്മളിങ്ങനെ വായിലിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മെൽറ്റായി പോകുന്നൊരു ടെക്സ്ചറിനു. ഇതെല്ലാം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടും പിന്നെയും ബാക്കിയേനു. അത്രയും സംഭവങ്ങൾ അവർ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ N&K ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. നല്ല പ്രൊഡക്റ്റ്സ് ആണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പേജ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്